എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിലൂടെ നഖം കടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ആ നഖം കടി എങ്ങനെ നിർത്തണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു ചെറിയ വീഡിയോയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുവാൻ മറക്കരുത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ നഖം കടിക്കാറുണ്ട്. ഈ നഖം കടിക്കുന്ന ആളുകളെ കണ്ടാൽ ഒരു പക്ഷേ നമ്മൾ തന്നെ പറയും, ഇയാൾ എന്തിനാണ് നഖം കടിക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ നഖം കടിക്കുമ്പോൾ അദ്ദേഹത്തിന് നാണക്കേട് തോന്നുന്നില്ലേ? സോഷ്യലായിട്ട്, അതായത് സൊസൈറ്റി ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നഖം കടിക്കുന്നത് വളരെ മോശമായ ഒരു ഹാബിറ്റായാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. പബ്ലിക് പ്ലേസിൽ നഖം കടിക്കുന്നത് വളരെ മോശമായ ഒരു ഹാബിറ്റായാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് നഖം കടിക്കുന്നത് മോശമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ നഖം കടിക്കുന്നത് മോശമായ ആ നഖം കടി ഇയാൾ പബ്ലിക്കായി എല്ലാവരും മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തന്നെ ഒരുതരം എംബറാസ്മെൻറ്റ് ഉണ്ടാവുക സ്വാഭാവികമാണ്. നഖം കടിയെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ നഖം കടി ഒരു ബിഹേവിയറൽ അഡിക്ഷനാണ്. നഖം കടി ഒരു ഹാബിറ്റാണ്. നഖം കടിയിൽ നിന്നും ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള സുഖവും, ഒരു ഉദാഹരണം പറഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ലിക്കർ കഴിക്കുന്നത് മദ്യം കഴിക്കുന്നത് പോലെയുള്ള സുഖമൊന്നും ഈ നഖം കടിയിൽ നിന്നും ഉണ്ടാവാറില്ല. പക്ഷേ എന്നിരുന്നാലും വീണ്ടും വീണ്ടും നഖം കടിക്കുന്നത് എന്തിന്? ആ നഖം കടിക്കുന്നത് ശരീരത്തിൻ്റെ ഒരു റിക്വയർമെൻറ്റായി, ഒരു ആവശ്യകതയായി മാറുന്നത് എന്തുകൊണ്ട്? അതിന് കാരണം നമ്മുടെ ബ്രെയിനിലെ ചില ഏരിയകൾ ആക്ടിവേറ്റ് ആകുന്നു. പ്ലഷർ സെൻറ്റേഴ്സ് എന്ന് പറയും. സുഖം ലഭിക്കുന്ന സെൻറ്റേഴ്സ് ആക്ടിവേറ്റ് ആവുകയും ഈ നഖം കടിക്കുന്നത് കൊണ്ട് ആ സുഖം ലഭിക്കുന്ന സെൻറ്റേഴ്സിൻ്റെ ആക്ടിവേഷനും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ആ റിലേഷൻഷിപ്പ് കൊണ്ട് ഓരോ പ്രാവശ്യം നഖം കടിക്കുമ്പോഴും ആ ബ്രെയിൻ സെൽസിന് സുഖം ലഭിക്കുന്നു. വീണ്ടും വീണ്ടും ഈ സുഖം തരൂ എന്ന് നിങ്ങളുടെ ബ്രെയിൻ സെൽസ് പറയുകയാണ്. അതാണ് ഈ നഖം കടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമത്, ഇതൊരു ഹാബിറ്റ് ആവുകയാണ്. നമ്മളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ചിലർ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നഖം കടിക്കുക, ചിലർ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നഖം കടിക്കുക, ചിലർ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നഖം കടിക്കുക, ചിലർ എന്തെങ്കിലും ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ടെൻസ്ഡ് ആവുമ്പോൾ, സ്ട്രെസ്ഡ് ആവുമ്പോൾ അപ്പോഴൊക്കെ ആയിരിക്കും സാധാരണ നഖം കടിക്കുക. ഈ സമയങ്ങളിൽ ഈ വ്യക്തി പോലും അറിയാതെയായിരിക്കും ഈ പ്രക്രിയ നടക്കുക. അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഈ നഖം കടി എന്നുള്ളത്. ഈ നഖം കടി അൺകോൺഷ്യസ് ആയ ആക്ടിവിറ്റിയാണ് എന്ന് പറയുമ്പോൾ അത് ഹാബിറ്റാണ് എന്നും പറയേണ്ടി വരും. അതൊരു ഹാബിറ്റായി മാറി. അപ്പോൾ രണ്ട് കാരണങ്ങൾ: ഒന്ന്, ഈ നഖം കടി ഒരു ഹാബിറ്റാണ്. രണ്ട്, ഈ നഖം കടി ഒരു ബിഹേവിയറൽ അഡിക്ഷനാണ്. ഈ ഹാബിറ്റിനെയും ബിഹേവിയറൽ അഡിക്ഷനെയും മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ നഖം കടി മുഴുവനായും നിർത്തിയെടുക്കുവാൻ സാധിക്കും. ഈ നഖം കടി കൊണ്ട് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശാരീരികമായും മാനസികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും പ്രധാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നഖത്തിൻ്റെ ഇടുക്കിൽ ഒളിഞ്ഞിരിക്കുന്ന പല ജേംസും, കീടാണുക്കളും നമ്മുടെ വായയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അസുഖം വരുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. രണ്ടാമതായി, നഖം കടിക്കുമ്പോൾ നമ്മുടെ ഈ നഖം കടിക്കുന്നത് നമ്മുടെ ഈ വായയിലെ പല്ലുകളിൽ പ്രഷർ ചെലുത്തുന്നു, സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയി വളരെ കാലമായി നഖം കടിക്കുന്ന ഹാബിറ്റുള്ള ഒരു മനുഷ്യൻ്റെ പല്ലുകൾ ഉള്ളിലേക്ക് തള്ളിയിരിക്കുകയും അതിനനുസരിച്ച് ചുണ്ടുകളും ഉള്ളിലേക്ക് തള്ളിയിരിക്കുകയും ചെയ്യും. അതിലും കൂടുതൽ ഈ പല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വരികയും ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആ വ്യക്തിയെ എത്തിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കണ്ടിന്യൂസ് ആയിട്ട് നഖം കടിക്കുന്ന ഒരു വ്യക്തിയുടെ പല്ലുകൾ ഉള്ളിലേക്ക് തള്ളിയിരിക്കും. അടുത്തതായി, സോഷ്യൽ എംബറാസ്മെൻ്റ് ആണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നഖം കടിക്കുന്നത് സോഷ്യലായി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നഖം കടിക്കുന്നത് തീർച്ചയായും ഈ വ്യക്തിക്ക് എംബറാസ്മെൻ്റ് ഉണ്ടാക്കും, ഒരുതരം ജാള്യത ഉണ്ടാക്കുന്നു. അതും വളരെ മോശമായ ഒരവസ്ഥയാണ്. നാലാമത്, നിങ്ങളുടെ നഖം വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും കോടി ചരിഞ്ഞും വളഞ്ഞും വളരുന്നു എന്നുള്ളതാണ്. നഖം കടിക്കുന്ന ആളിൻ്റെ നഖം കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമാവും ഇദ്ദേഹം നഖം കടിക്കുന്നുണ്ട്, വളരെ കാലമായി നഖം കടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാവും. നഖത്തിൻ്റെ വളർച്ച മുരടിക്കും എന്നർത്ഥം.
എങ്ങനെയാണ് ഈ നഖം കടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ അടുത്ത ഭാഗം. നഖം കടി ഇല്ലാതാക്കാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് ഈ നഖം കടിയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം ഓർമ്മ വയ്ക്കുക. ഒന്നുകിൽ ഈ നഖം കടി അഡിക്ഷൻ, ബിഹേവിയറൽ അഡിക്ഷനാണ്, അതല്ലെങ്കിൽ ഈ നഖം കടി ഒരു ഹാബിറ്റാണ്. ഈ രണ്ട് കാരണങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ ഈ ഹാബിറ്റിൻ്റെ ട്രിഗർ എന്ന് മനസ്സിലാക്കുക. ഈ ഹാബിറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ നഖം കടിക്കുന്നത്? ടി വി കാണുമ്പോഴാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുമ്പോഴാണോ, അതെങ്കിൽ എന്തെങ്കിലും എഴുതുമ്പോഴാണോ, വർക്ക് ചെയ്യുമ്പോഴാണോ നിങ്ങൾ നഖം കൂടുതൽ കടിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഒരു ബിഹേവിയറൽ ഡയറി എഴുതിയുണ്ടാക്കുക. അത് കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ നഖം കടിക്കുന്നത് എന്ന്. ആ സാഹചര്യം കറക്റ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ നമ്മൾക്കൊരു പരിധിവരെ കൂച്ചുവിലങ്ങിടാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ നഖം കടി കുറയുകയും ചെയ്യും. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നഖത്തിന് മുകളിൽ എന്തെങ്കിലും ചവർപ്പുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു കോട്ടിംഗ് തീർക്കുക എന്നുള്ളതാണ്. ഞാൻ പ്രിഫർ ചെയ്യുക, ബാസാറിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ലഭ്യമാണ്. ഈ നെയിൽ പോളിഷ് പുരുഷന്മാർക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷും സ്ത്രീകൾക്ക് സാധാരണ നെയിൽ പോളിഷും, നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചുള്ള നെയിൽ പോളിഷ് ഉപയോഗിക്കാം. പുരുഷന്മാർക്ക് നെയിൽ പോളിഷ് ഇടുന്നത് അത്ര ശരിയായ ഒരു കാര്യമായതുകൊണ്ട് പുരുഷന്മാർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. ഈ നെയിൽ പോളിഷ് നമ്മുടെ നഖങ്ങളിൽ ഉപയോഗിച്ചാൽ നമ്മൾ പോലും അറിയാതെ ഒരു പക്ഷേ നഖം നമ്മുടെ വായിലേക്ക് ചെന്നാലും ഇതിൻ്റെ ടേസ്റ്റും ആ നെയിൽ പോളിഷിൻ്റെ ടേസ്റ്റും ആ നെയിൽ പോളിഷിൻ്റെ ഗന്ധവും നമുക്ക് കോൺഷ്യസ്നെസ് തരുന്നു. അങ്ങനെ നമ്മൾ ഇതിൽ നിന്നും പിന്മാറുന്നു. ഓരോ പ്രാവശ്യം പിന്മാറുമ്പോഴും നമ്മൾ ആ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബ്രെയിനിലെ പ്ലഷർ സെൻസേഷനെ ബ്രേക്ക് ചെയ്യുകയാണ്. കാലക്രമേണ ഈ ആസക്തി കുറഞ്ഞു വരും. അടുത്ത പോയിന്റ്, എപ്പോഴെല്ലാം സാധ്യമോ അപ്പോഴെല്ലാം ഗ്ലൗസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചെറിയ ഗ്ലൗസ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലൗസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കടയിൽ വാങ്ങിക്കാൻ കിട്ടും. എപ്പോഴെല്ലാം സാധ്യമോ അപ്പോഴെല്ലാം ഗ്ലൗസ് ഉപയോഗിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ, ഓഫീസിൽ പോകുമ്പോഴോ പുറത്ത് പോകുമ്പോഴോ ഗ്ലൗസ് ധരിക്കാൻ ഞാൻ പറയുകയില്ല. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ വന്ന ശേഷം നിർബന്ധമായും ഗ്ലൗസ് ധരിക്കാൻ തുടങ്ങിയാൽ ആ വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾ നെയിൽ ബൈറ്റിംഗ്, അതായത് നഖം കടിക്കില്ല എന്ന് ഉറപ്പുവരുത്താം. അതുകൊണ്ട് തന്നെ ഈ ബിഹേവിയറൽ അഡിക്ഷൻ്റെ തോത് കുറയുകയും കാലക്രമേണ ഇത് നിൽക്കുകയും ചെയ്യും. അടുത്തത്, നിങ്ങളുടെ വായ എപ്പോഴും ബിസിയായി വെച്ചുകൊണ്ടിരിക്കുക, കൈകളും ബിസിയായി വെച്ചുകൊണ്ടിരിക്കുക. അതിന് ഏറ്റവും എളുപ്പം എന്നുള്ളത് നിങ്ങൾ ച്യൂയിങ് ഗം ചവയ്ക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. ച്യൂയിങ് ഗം ചവച്ചുകൊണ്ടിരുന്നാൽ അതിന് മുഖത്തിൻ്റെ വ്യായാമത്തിനൊരു ഗുണം ചെയ്യും. അതിന് പുറമെ തന്നെ നിങ്ങളുടെ ഈ നഖം കടി മെല്ലെ മെല്ലെ ഇല്ലാതാവുകയും ചെയ്യും. പിന്നെ കോൺഷ്യസ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്, സൈക്കോ തെറാപ്പിയിൽ വരുന്ന ഒരു എക്സസൈസാണ്. കോൺഷ്യസ്ലി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നഖം കടിക്കുക. നഖം കടിക്കാൻ വായയിലേക്ക് നിങ്ങളുടെ വിരലുകൾ കൊണ്ടുപോയി അറിഞ്ഞുകൊണ്ട് പറയുക, ഞാൻ നഖം കടിക്കരുത് എന്ന് തിരിച്ചു കൊണ്ടുപോവുക. വീണ്ടും അതേപോലെ വായക്കകത്ത് കൊണ്ടുപോയി പറയുക, ഞാൻ നഖം കടിക്കരുത് എന്ന് പറഞ്ഞ് തിരിച്ചു പോവുക. അതേപോലെ ഓരോ സമയത്തും 5 or 10 പ്രാവശ്യം ചെയ്യുമ്പോൾ കോൺഷ്യസ്ലി നമ്മുടെ ശരീരത്തിനും നമ്മളുടെ ബ്രെയിനിനും നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണ്, ഇതൊരു തെറ്റായ രീതിയാണ്, അതുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന്. ഇതും നിങ്ങളുടെ നഖം കടി ഇല്ലാതാക്കാൻ സഹായിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 5 കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങളുടെ നഖം കടി നിന്നിരിക്കും. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം. I'm sure you liked the video. For more updates, do subscribe to my channel and watch these videos.